കേരളൻ എന്ന തൂലികാനാമ സ്വദേശാമാനി രാമകൃഷ്ണപിള്ളയുടെ. മറന്നുപോരുതേ, അതൊന്ന് പഠിച്ചു വെക്കണം. അതുപോലെ ഈ സ്വദേശാമാനി എന്ന സ്ഥാനപ്പേര് കൊടുത്തത് മലേഷ്യയിലെ ജനങ്ങളാണ്. മലേഷ്യയിലെ ഇന്ത്യൻ ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണിക ആറ്റമാണ്. പക്ഷേ അടുത്ത വരിയുണ്ടോ, സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണം തന്മാത്രയാണ്. പറയേണ്ട തന്മാത്ര. ആറ്റം സിദ്ധാന്തം ആരുടെ? ആറ്റം സിദ്ധാന്തം. നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. നമുക്ക് യൂണിവേഴ്സിറ്റി LGS പരീക്ഷ വരുന്ന ഫെബ്രുവരിയിൽ വരുന്നുണ്ട്. ഫെബ്രുവരി ആദ്യത്തെ ആഴ്ച തന്നെയാണ് അല്ലേ. കുറെ റിവിഷനുമായിട്ട് ഞാൻ മാക്സിമം പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. സയൻസ്, കറണ്ട് അഫേഴ്സ് അതൊക്കെ നല്ല കൂടുതൽ ശ്രദ്ധിക്കുക. പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ടല്ലോ, മത്സ്യബന്ധനം, അതുപോലെ കേരളത്തിന്റെ കായിക രംഗം, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, സൗരയൂഥം, ഇതിൽ നിന്നൊക്കെ ഓരോരോ മാർക്കിന് ചോദിക്കും. ബാക്കിയൊക്കെ പിന്നെ ഈ കേരളത്തിന്റെ ആരോഗ്യക്ഷേമ പദ്ധതികൾ, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഒന്ന് മാക്സിമം ഒന്ന് സെപ്പറേറ്റ് തിരിച്ച്, ബാക്കിയെല്ലാം നമ്മുടെ ഹിസ്റ്ററി, ജോഗ്രഫി അങ്ങനെ പറയുന്ന ഒരു കാര്യങ്ങൾ കറക്റ്റ് ഒരു ഓർഡറിൽ പഠിക്കുക. കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാർക്ക് പോവാതെ നോക്കിക്കോണം കേട്ടോ. സയൻസ് കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചോണേ. 5 മുതലുള്ള സ്കൂൾ ടെസ്റ്റുകൾ 5, 6, 7, 8, 9, 10 വരെ വായിച്ചോ. 8 വരെ മാക്സിമം നല്ലോണം പഠിക്കണം. 9, 10 ഒക്കെ വായിച്ചു വിടുക കേട്ടോ. അപ്പം ഓരോരുത്തരോടും ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. കുറെ പേര് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തത് കൊണ്ട് ഞാൻ ഇന്ന് വന്നതാണ്. യൂണിവേഴ്സിറ്റി LGS സാറെ കുറച്ച് ദിവസം സാർ യൂട്യൂബിൽ ക്ലാസ് ഇടണേ എന്ന് കുറെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് ഒത്തിരി എനിക്ക് തോന്നുന്നു എനിക്ക് ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചാറ്റ് വന്നത് സാറേ യൂണിവേഴ്സിറ്റി LGS ഒന്നും ചെയ്യുന്നില്ല സാറേ, ആരും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു തരൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും ശരിയാണ് നിങ്ങൾ മെയിൻ പരീക്ഷയ്ക്ക് കുറെ പേര് തയ്യാറെടുക്കുന്നവരുണ്ട്. ഇതൊക്കെ തന്നെയാണ് അടുത്ത LGS പരീക്ഷയ്ക്കായാലും LDCയുടെ റിവിഷൻ ആയാലും അല്ലെ. അപ്പോൾ മാക്സിമം റിവിഷൻ ഒന്ന് കേട്ടാലോ. കുറച്ച് റിവിഷൻ, ഒത്തിരി നേരം ഞാൻ കാണുന്നില്ല. നല്ലൊരു പോസ്റ്റാണ്, കിട്ടിയാൽ നല്ലൊരു അവസരമാണ്. ഈ വർഷം തന്നെ ജോലി കയറാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് അല്ലേ. ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. തീർച്ചയായിട്ടും മനസ്സിലൊരു വാശിയുണ്ടോ, ഈ കുറച്ച് ദിവസം ഫുൾ ടൈം അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യും. വേറെ ഒന്നും ചിന്തിക്കേണ്ട. കിട്ടുമോ കിട്ടത്തില്ലയോ, എല്ലാവരും മത്സരിക്കുന്നോ അതൊന്നും നോക്കണ്ട. നമ്മൾ ലിസ്റ്റിൽ വന്നു, മെയിൻ ലിസ്റ്റിൽ വന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിച്ചൊതുക്കി റിവിഷൻ നടത്തുക. മാത്സും കറണ്ട് അഫേഴ്സിനും ഇച്ചിരി കൂടുതൽ പ്രാധാന്യം എല്ലാ ദിവസവും കൊടുക്കുക. കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ ഇത്ര സമയമെങ്കിലും കൊടുത്തിരിക്കാം കേട്ടോ. മാത്സിനും പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, നമുക്കൊന്ന് റിവിഷൻ നടത്തി നോക്കാം. ഓക്കെ, ഞാൻ പ്രധാനപ്പെട്ട ഇങ്ങനെ ഓട്ടിച്ചു പോയി എഴുതിയെടുക്കാം എന്നൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ലായിരിക്കും. എന്നാലും കേട്ടോണ്ടിരിക്കുക. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ ആൺകുട്ടികൾ വെളിയിൽ സിറ്റ് ഔട്ടിലൊക്കെ ഇരിക്കുമ്പോഴോ, അല്ലെങ്കിൽ വീട്ടിൽ ഫ്രീ ഇരിക്കുമ്പോഴോ, അല്ലെങ്കിൽ വണ്ടിയിലോട്ട് പോകുമ്പോഴോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ നിൽക്കുന്ന സമയത്ത് കേട്ടോണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് റിവിഷൻ ക്ലാസ്സുകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഒത്തിരി സന്തോഷത്തോടെ നമുക്കൊന്ന് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം നോക്കിയാൽ, ഒന്നാമത്തത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും ഇന്ത്യ ഗേറ്റും സ്ഥിതി ചെയ്യുന്നത് എവിടെ അല്ലെ? എവിടെയാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ? എവിടെയെന്ന് വെച്ചാൽ മുംബൈയിലാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലുമാണെന്ന് അറിയാം. ഇന്ത്യ തിരിഞ്ഞു പോരുത് എവിടെ ചെല്ലുമ്പോൾ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മുംബൈയിലാണ് സ്ഥിതി. അതായത് അന്ന് ആദ്യമായിട്ട് ഇന്ത്യ സന്ദർശിക്കുന്ന ഒരു ബ്രിട്ടീഷ് രാജാവാണ് ജോർജ് അഞ്ചാമൻ. ജോർജ് അഞ്ചാമന്റെ ഓർമ്മയ്ക്കായിട്ട് ഇന്ത്യയിൽ കെട്ടിയ സ്മാരകമാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ജോർജ് അഞ്ചാമന്റെ ഓർമ്മയ്ക്കായിട്ട് ഇന്ത്യയിൽ കെട്ടിയ സ്മാരകം ഏതാണ്? ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അപ്പൊ ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് രാജാവാര? ജോർജ് അഞ്ചാമൻ. ഏത് വർഷമാണ് അദ്ദേഹം വന്നത്? ജോർജ് അഞ്ചാമൻ വന്നത് 1911 1911 അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്നത്. മറന്നുപോരുത്. 11 എന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്ന ഏതാ? ഒന്ന്, ദേശീയഗാനം ആദ്യമായി ആലപിച്ചത്, ജനഗണമന ആദ്യമായി ആലപിച്ചത് 1911 അല്ലെ. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലോട്ട് മാറ്റാൻ തീരുമാനിച്ചതും 11 ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലോട്ട് മാറ്റാൻ തീരുമാനിച്ചത് 11. ജനഗണമന ആദ്യമായിട്ട് പാടിയത് 11. അതുപോലെ ആദ്യത്തെ ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമൻ ഇന്ത്യ സന്ദർശിച്ചതും 11. പിന്നെ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് 11 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ആരാ? ഹാർഡിഞ്ച് സെക്കൻഡ് ആണ് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തതെന്ന് അറിയാം അല്ലെ. ബംഗാൾ വിഭജന സമയത്തല്ലേ സ്വദേശി പ്രസ്ഥാനമൊക്കെ കൊണ്ടുവരുന്നത്. 1905 ബംഗാൾ വിഭജനം കട്സൺ പ്രഭുവാണ് കൊണ്ടുവരുന്നത്. ആ സമയത്ത് ഇന്ത്യക്കാർ കൊണ്ടുവരുന്നതാണ് സ്വദേശി പ്രസ്ഥാനമൊക്കെ കൊണ്ടുവരുന്നത്. അപ്പൊ 1911 ജനഗണമന. അപ്പൊ വന്ദേ മാതരത്തിന്റെ വർഷവും കൂടി ഇട്ടുകൊടുത്തേ. വന്ദേ മാതരം 1896 അല്ലെ. 1896 വന്ദേ മാതരം ആദ്യമായിട്ട് INC-യിൽ പാടുന്നത്. രണ്ടും അംഗീകരിച്ചത് 1950 ജനുവരി 24 അല്ലെ. രണ്ടും അംഗീകരിച്ചത് 50 ജനുവരി 24 ഹിന്ദി ഭാഷയിലുള്ള ദേശീയഗാനവും ദേശീയഗീതവും. പക്ഷെ ആദ്യമായിട്ട് INC-യിൽ പാടിയത് 1911 1896. അന്ന് എഴുതിയത് ബംഗാളി ഭാഷയിലാണ്. ജനഗണമനയും വന്ദേ മാതരവും എഴുതിയത് ഏത് ഭാഷയിലാ? ബംഗാളി ഭാഷയിലാ.
വന്ദേ മാതരം എന്ന പത്രം ആരുടേതാണ്? വന്ദേ മാതരം എന്ന പത്രം ലാലാ ലജ്പത് റായ് അല്ലെ, ലാലാ ലജ്പത്. സ്കൂൾ ടെസ്റ്റിൽ അതാണ്. നമ്മുടെ മാഡം മിക്കാജി ഗാമയ്ക്കൊക്കെ മാസികയുണ്ട് വന്ദേ മാതരം. പക്ഷെ വന്ദേ മാതരം എന്ന പത്രം ലാലാ ലജ്പത് റായിയുടെയാണ്. വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തത്? ആനന്ദമഠം. ആനന്ദമഠം എന്ന് പറയുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കൃതിയിൽ നിന്നും. സന്യാസി ലഹളയല്ലേ അതിൽ പ്രതിപാദിക്കുന്നത്? സന്യാസി ലഹള. ആനന്ദമഠത്തിൽ പ്രതിപാദിക്കുന്ന ലഹള ഏതാണ്? സന്യാസി ലഹള. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ ബംഗാളി നോവൽ ഏതാണ്? ആദ്യത്തെ ബംഗാളി നോവൽ ദുർഗേശ നന്ദിനി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ ബംഗാളി നോവൽ ഏതാണ്? ദുർഗേശ നന്ദിനിയാണ് അല്ലെ. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് എഴുതിയത് ആരാ? അരവിന്ദ ഘോഷ്. അരവിന്ദ ഘോഷാണ് വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് എഴുതിയത് അല്ലെ. അരവിന്ദ ഘോഷ് അല്ലേ തീവ്രവാദിയായിട്ട് മിതവാദിയായി അല്ലെ, തീവ്രവാദിയായിട്ട് മിതവാദിയായ വ്യക്തിയാണ് അരവിന്ദ ഘോഷ്. ഇദ്ദേഹം എവിടെയാണ് ആശ്രമം സ്ഥാപിച്ചത്? പോണ്ടിച്ചേരിയിൽ അരവിന്ദോ ആശ്രമം അല്ലെ. അരവിന്ദോ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പോണ്ടിച്ചേരിയിൽ അരവിന്ദോ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ അരവിന്ദ ഘോഷാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു ജന്മദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ആഗസ്റ്റ് 15 ജന്മദിനം ആഘോഷിക്കുന്ന ഇന്ത്യയിലെ പ്രശസ്ത വ്യക്തി ആരെന്ന് വെച്ചിട്ടുണ്ട്. ആഗസ്റ്റ് 15 ജന്മദിനം ആഘോഷിക്കുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അരവിന്ദ ഘോഷ് എന്ന് പറയുന്നത്. അപ്പൊ വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് എഴുതിയത് അരവിന്ദ ഘോഷ്. അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതിയാണ് ലൈഫ് ഡിവൈൻ സാവിത്രി. ലൈഫ് ഡിവൈൻ സാവിത്രിയൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതിയാണ്. ആരുടെ? അരവിന്ദ ഘോഷിന്റെ. അപ്പം നമ്മൾ പറഞ്ഞത് പോണ്ടിച്ചേരിയിൽ ആശ്രമം സ്ഥാപിച്ചത് ആരാണ്? അരവിന്ദ ഘോഷാണ്. സബർമതിയിൽ ആശ്രമം സ്ഥാപിച്ചത് ആരാ? സബർമതിയിൽ ആശ്രമം ഗാന്ധിജിയാണ് അല്ലെ. സബർമതി ആശ്രമവും പിന്നെ സേവാഗ്രാം ആശ്രമവും ഉണ്ട്. സബർമതി ആശ്രമം അഹമ്മദാബാദിലും സേവാഗ്രാം ആശ്രമം മഹാരാഷ്ട്രയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഗാന്ധിജിയുടെ രണ്ട് ആശ്രമങ്ങൾ ഏതൊക്കെയാ? സബർമതി ആശ്രമം, സേവാഗ്രാം ആശ്രമം. സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ അഹമ്മദാബാദ് അല്ലെ. അഹമ്മദാബാദിന്റെ തീരത്തൂടി ഒഴുകുന്ന നദി എന്ന് വിളിച്ചാലും നമ്മള് സബർമതി അല്ലേ വിളിക്കുന്നത്? ആണ് സബർമതിയ. സേവാഗ്രാം ആശ്രമം എവിടെയാ? ഗാന്ധിജിയുടെ സേവാഗ്രാം ആശ്രമം അത് മഹാരാഷ്ട്രയിലാണ്. ഗാന്ധിജിയുടെ സേവാഗ്രാം ആശ്രമം. അപ്പൊ സബർമതിയിലെ സന്യാസി എന്ന് വിളിക്കുന്നത് ഗാന്ധിജിയാണ്. പൗനാറിലെ സന്യാസി ആരാണ്? പൗനാറിലെ സന്യാസി വിനോബാ ഭാവെ അല്ലെ. വിനോബാ ഭാവെയാണ് പൗനാറിലെ സന്യാസി എന്ന് വിളിക്കുന്നത്. ആചാര്യ വിനോബാ ഭാവെ. എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത? നമ്മുടെ ഗാന്ധിജിയുടെ ആദ്യ വ്യക്തി സത്യാഗ്രഹത്തിൽ ആദ്യമായി തെരഞ്ഞെടുത്ത വ്യക്തി അല്ലെ. ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം നടത്താൻ ആദ്യമായി തെരഞ്ഞെടുത്തത് 1940 വിനോബാ ഭാവെയാണ് അല്ലെ. അപ്പൊ ആദ്യമായിട്ട് വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തെരഞ്ഞെടുത്ത വ്യക്തി ആരാണ്? വിനോബാ ഭാവെ. 3 വ്യക്തികളെ വ്യക്തി സത്യാഗ്രഹത്തിന് ഇരുന്നിട്ടുള്ളൂ. ഇന്ത്യയിലെ 3 വ്യക്തികൾ മാത്രമേ ഇന്ത്യയിൽ ഇരുന്നിട്ടുള്ളൂ. 1 വിനോബാ ഭാവെ, 2 ജവഹർലാൽ നെഹ്റു, 3 ബ്രഹ്മദത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം തുടങ്ങിയ വർഷം എന്നാണ് 1940 ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം. അങ്ങനെ ആദ്യമായിട്ട് ഇരുന്ന വ്യക്തി ആരാണ്? വിനോബാ ഭാവെയാണ്. വിനോബാ ഭാവെ, പിന്നെ നെഹ്റു, പിന്നെ ബ്രഹ്മദത്ത്. ഈ വിനോബാ ഭാവെയല്ലേ ഭൂദാന പ്രസ്ഥാനം സ്ഥാപിച്ചത്? ഭൂദാന പ്രസ്ഥാനം ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് പോച്ചാമ്പള്ളി കേട്ടോ, തെലങ്കാനയിലെ പോച്ചാമ്പള്ളിയിൽ 1951 ഭൂദാന പ്രസ്ഥാനം സ്ഥാപിച്ചത്. മറന്നു പോരുത്, ഭൂമി ഇടപാടാണ്. അപ്പൊ ഭൂദാന പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാ? ആചാര്യ വിനോബാ ഭാവെ. പിന്നെ ഉണ്ടല്ലോ വിനോബാ ഭാവെയുടെ നല്ലൊരു ചോദ്യം. നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിന്റെ നിരീക്ഷകനായിട്ട് ഗാന്ധിജി പറഞ്ഞു വിട്ടത് ആരെയെന്ന് ചോദിച്ചിട്ടില്ലേ? വൈക്കം സത്യാഗ്രഹത്തിന്റെ നിരീക്ഷകനായിട്ട് കേരളത്തിലേക്ക് വന്നതും വിനോബാ ഭാവെയാണ്. എന്നാ വൈക്കം സത്യാഗ്രഹം 1924 കണക്ട് ചെയ്ത് അങ്ങ് പോയാണ്, കേട്ടങ്ങ് ഇരിക്കുക. എന്നാ വൈക്കം സത്യാഗ്രഹം 1924 തുടങ്ങുമ്പോൾ ആരായിരുന്നു? വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളും അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മി ഭായി ആണ് അല്ലെ. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ ശ്രീമൂലം നാളും അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മി ഭായി. വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരാ? വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ് ടി.കെ. മാധവൻ. ടി.കെ. മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ് എന്ന് വിളിക്കുന്നത് അല്ലെ. വൈക്കം സത്യാഗ്രഹത്തിന് ഒരു പ്രത്യേകതയുണ്ടല്ലോ. എന്താ പ്രത്യേകത? ഈ വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് സവർണ ജാഥ നയിച്ചത് ആരെന്ന് ചോദിച്ചിട്ടില്ലേ? വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് അല്ലെ. മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ നയിച്ചത് ആരെന്ന് ചോദിച്ചിട്ടുണ്ട് വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഏതെന്ന് ചോദിച്ചാൽ വൈക്കം സത്യാഗ്രഹം 1924. വൈക്കം ഏത് കായലിന്റെ തീരത്താണ്? വൈക്കം ക്ഷേത്രം ഏത് കായലിന്റെ തീരത്താ? വേമ്പനാട്ട് കായൽ അല്ലെ. വൈക്കം കോട്ടയത്തല്ലേ. അപ്പൊ വൈക്കം, കുമരകം ഇതൊക്കെ ഏത് കായലിന്റെ തീരത്താ? വേമ്പനാട്ട് കായലില. കുമരകവും ഒക്കെ വേമ്പനാട്ട് കായലല്ലേ. തണ്ണീർ മുക്കം ബണ്ടും വേമ്പനാട്ട് കായലല്ലേ? ആണ്. തണ്ണീർ മുക്കം ബണ്ടും എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ട എവിടെയാണ്? വേമ്പനാട്ട് കായല. അപ്പൊ വൈക്കം, കുമരകം ഒക്കെ ഏത് കായലിലാണ്? വേമ്പനാട്ട് കായൽ. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്
എന്നറിയപ്പെടുന്നത് കുമരകത്തെ അല്ലേ? ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? കുമരകമാണ് അല്ലെ. നമുക്ക് തിരിച്ചു വരാം, കയറി പോണ്ട. അപ്പൊ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെയാണ്? മുംബൈയാണ്. ഇന്ത്യ ഗേറ്റ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ. ഇന്ത്യ ഗേറ്റിന് മുമ്പിൽ അല്ലെ യുദ്ധ സ്മാരകമൊക്കെ ഉണ്ട് അല്ലെ. സ്വാതന്ത്ര്യ ഈ ജവാന്മാരുടെ യുദ്ധ സ്മാരകം, അതുപോലെ അമർ ജവാൻ ജ്യോതി സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ ഗേറ്റിന്റെ മുമ്പിൽ. അമർ ജ്യോതി അല്ല, അമർ ജ്യോതി നമ്മുടെ അമൃത്സറില അല്ലെ, ഇപ്പൊ ജാലിയൻ വാലാബാഗിന്റെ അടുത്താണ് അമർ ജ്യോതി. അമർ ജവാൻ ജ്യോതി ഇന്ത്യ ഗേറ്റിലാണ്. അമർ ജവാൻ ജ്യോതി എവിടെയാണ്? ഇന്ത്യ ഗേറ്റിലാണ്. സ്വാതന്ത്ര്യ ജ്യോതി എവിടെയാ? സ്വാതന്ത്ര്യ ജ്യോതി സെല്ലുലാർ ജയിൽ അല്ലെ. സെല്ലുലാർ ജയിലിലാണ് സ്വാതന്ത്ര്യ ജ്യോതി സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? സെല്ലുലാർ ജയിൽ. എവിടെയാ സെല്ലുലാർ ജയിൽ? ആൻഡമാൻ നിക്കോബാറിലാണ് സെല്ലുലാർ ജയിൽ സ്ഥിതി ചെയ്യുന്നത് അല്ലെ. ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനം എന്താ? ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ ആണ് ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനം. അവിടെ അല്ലേ ഒരു എയർപോർട്ട് ഉള്ളത്? VD സവർക്കർ എയർപോർട്ട്. വീർ സവർക്കർ അല്ലെ. വീർ സവർക്കർ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ ആൻഡമാൻ നിക്കോബാർ ആണ്. ആൻഡമാന്റെ ഹൈക്കോടതി എവിടെയാണ്? ആൻഡമാന്റെ ഹൈക്കോടതി, നല്ല ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. ആൻഡമാന്റെ ഹൈക്കോടതി കൊൽക്കത്ത ഹൈക്കോടതിയാണ്. ആൻഡമാന്റെ ഹൈക്കോടതി ഏതാണ്? കൊൽക്കത്ത ഹൈക്കോടതി. ആൻഡമാൻ ഏത് കടലിലാണ് കിടക്കുന്നത്? ആൻഡമാൻ ബംഗാൾ ഉൾക്കടൽ. ആൻഡമാൻ സ്ഥിതി ചെയ്യുന്നത് ഏത് കടലിലാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. അപ്പൊ ആൻഡമാന്റെ ഹൈക്കോടതി എവിടെയാണ്? കൊൽക്കത്ത ഹൈക്കോടതി. ആൻഡമാനിലെ എയർപോർട്ട് എവിടെയാ? വീർ സവർക്കർ എയർപോർട്ട്. ആൻഡമാന്റെ തലസ്ഥാനം ഏതാണ്? ആൻഡമാന്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ എന്ന് വിളിക്കുന്നത്. ആൻഡമാനിലെ ഏറ്റവും തെക്കേ അറ്റം, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റമായ ഇന്ദിരാ പോയിന്റ് സ്ഥിതി ചെയ്യുന്നതും ആൻഡമാനിലാണ് അല്ലെ. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റം ഏതാ? വടക്കേ അറ്റം ഇന്ദിരാ കോളാണ്. ഇന്ദിരാ കോള് വടക്കേ അറ്റം. എവിടാ ഇന്ത്യയുടെ വടക്കേ അറ്റം? ലഡാക്കിലാണ് ഇന്ത്യയുടെ വടക്കേ അറ്റമായ ഇന്ദിരാ കോള് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ വടക്കേറ്റത്തെ സംസ്ഥാനം ഏതാ? ജമ്മു മാറിയപ്പോ ഇപ്പൊ ഏത് സംസ്ഥാനമായി? ഇന്ത്യയുടെ വടക്കേറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ വടക്കേറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. തെക്കേറ്റത്തെ സംസ്ഥാനം തമിഴ്നാടാണ് അല്ലെ. തെക്കേറ്റത്തെ സംസ്ഥാനം ഏതെന്ന് വെച്ചാൽ തമിഴ്നാട്. കിഴക്കേറ്റത്ത് ഏതാ? ഇന്ത്യയുടെ കിഴക്കേറ്റത്ത് അരുണാചൽ പ്രദേശ് ആണ്. പടിഞ്ഞാറേറ്റത്ത് ഗുജറാത്ത് ആണ് അല്ലെ. അപ്പൊ ഇന്ത്യയുടെ വടക്കേറ്റത്തെ സംസ്ഥാനം ഏതാണ്? വടക്കേറ്റത്തത് ഹിമാചൽ പ്രദേശ്, തെക്കേറ്റത്തത് തമിഴ്നാട്, കിഴക്കേറ്റത്തത് അരുണാചൽ പ്രദേശ്, പടിഞ്ഞാറേറ്റത്തത് ഗുജറാത്ത് ആണ് നമ്മൾ പറയുന്നത്. അതുപോലെ സ്ഥലങ്ങൾ പറഞ്ഞ് ഇന്ത്യയുടെ വടക്കേറ്റത്തെ പ്രദേശം ഏതാ? ഇന്ദിരാ കോള്, ലഡാക്ക്. തെക്കേറ്റത്തതോ? ഇന്ദിരാ പോയിന്റ് നമ്മൾ പഠിക്കാറുണ്ട്. പിന്നെ കിബിത്തു പഠിക്കാറില്ലേ? ഗുഹാർമോത്തി കിബിത്തു നമ്മൾ പഠിക്കാറുണ്ട്. കിഴക്കേറ്റവും പടിഞ്ഞാറേറ്റവും. ഓക്കെ, അടുത്തതിലോട്ട് പോട്ടെ. ഞാൻ ഒത്തിരി പറഞ്ഞു പോയാൽ നിങ്ങളുടെ സമയം ഒത്തിരി എടുത്താലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ. ഇന്ദിരാഗാന്ധി കനാൽ ഏത് സംസ്ഥാനത്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ദിരാഗാന്ധി കനാൽ രാജസ്ഥാനിലാണ് കേട്ടോ. രാജസ്ഥാനിലാണ് ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്നത്. രാജസ്ഥാനിലാണ്. ഏത് നദിയിലാണെന്ന് അറിയാമോ? സത്ലജ് നദിയിലാണ്. ഏത് നദിയിലാണ്? സത്ലജ് നദിയിലാണ്. ഓക്കെ, സത്ലജ് നദിയിലാണ് അല്ലെ. ഇന്ദിരാഗാന്ധി കനാലിന്റെ മറ്റൊരു പേര് രാജസ്ഥാൻ കനാൽ എന്ന് തന്നെയാണ്. രാജസ്ഥാൻ കനാൽ എന്നറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധി കനാലാണ്. ഇന്ദിരാഗാന്ധി കനാൽ സത്ലജ് നദി. സത്ലജ് നമ്മൾ വേറെ ഒരെണ്ണം പഠിക്കുമല്ലോ, ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിൽ അല്ലെ. ബക്രാനങ്കൽ അണക്കെട്ട് സത്ലജ് നദിയിലല്ലേ? ആണ്. ബക്രാനങ്കൽ. ഹിരാക്കുഡ് അണക്കെട്ടോ? മഹാനദി. ഹിരാക്കുഡ് അണക്കെട്ട് മഹാനദി. തെഹരി അണക്കെട്ടോ? ഭഗീരഥി നദിയിൽ. തെഹരി അണക്കെട്ട് ഭഗീരഥി, ഹിരാക്കുഡ് അണക്കെട്ട് മഹാനദി, ബക്രാനങ്കൽ അണക്കെട്ട് സത്ലജ് നദിയിലാണ് അല്ലെ. ഇന്ത്യയെ വടക്കേ ഇന്ത്യയിൽ നിന്നും തെക്കേ ഇന്ത്യയിൽ നിന്നും വേർതിരിക്കുന്ന നദി ഏതാ? അത് നർമ്മദാ നദിയാണ്. വടക്കേ ഇന്ത്യയിൽ നിന്നും തെക്കേ ഇന്ത്യയിൽ നിന്നും വേർതിരിക്കുന്നതും വിന്ധ്യ സത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതെന്നൊക്കെ ചോദിച്ചാലും നർമ്മദാ നദിയാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുള്ള നദി നർമ്മദാ നദിയാണ്. നമ്മുടെ സർദാർ സരോവർ പ്രതിമയുണ്ടല്ലോ, ഏറ്റവും ഉയരം കൂടിയ പ്രതിമ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി നർമ്മദാ നദിയിലാണ്. ഗുജറാത്തിലാണ് ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി നർമ്മദാ നദിയിൽ. അപ്പൊ ഇന്ദിരാഗാന്ധി കനാൽ ഏത് നദിയിലാണ്? സത്ലജ്. ഈ സത്ലജിന് വേറൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? സിന്ധുവിന്റെ ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ വലിയ നദി സത്ലജ് ആണ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബാണ്. ഏറ്റവും ചെറുത് ബിയാസ് ആണ്. പക്ഷെ അവർ ചോദിക്കും ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് സത്ലജ് ആണ്. അപ്പൊ സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ്, ഏറ്റവും ചെറുത് ഏതാ? ബിയാസ്. മറന്നുപോയത്. ബിയാസ് ഈ അടുത്ത കാലത്ത് എന്തായിരുന്നു? പോങ് അണക്കെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പോങ് അണക്കെട്ട് ഏത് നദിയിലാണെന്ന്. പോങ് അണക്കെട്ട് ബിയാസ് നദിയിലാണ്. പോങ് അണക്കെട്ട് ഏത് നദിയിലാ? ബിയാസ്. നമ്മുടെ കുളു മണാലി ഇല്ലേ, നമ്മുടെ ഹിമാചൽ പ്രദേശിലെ, അതും കുളു മണാലിയിലൂടെ ഒഴുകുന്നതും പോങ് അണക്കെട്ടാണ് അല്ലെ. പോങ് അണക്കെട്ടാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ കുളു മണാലിയിലൂടെ ഒഴുകുന്നതും ബിയാസ് നദിയാണ്. ബിയാസ് നദി. അപ്പം കുളു മണാലിയിലൂടെ ഒഴുകുന്ന ബിയാസ് നദിയാണ്. അതുപോലെ ഏറ്റവും ചെറിയ പോഷക നദിയും ബിയാസ് നദിയാണ്. സിന്ധുവിന്റെ ഏറ്റവും ചെറുത്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന
സിന്ധുവിന്റെ പോഷക നദിയാണ് ഈ ബിയാസ് എന്ന് പറയുന്നത്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ മാത്രമേ സിന്ധുവിന്റെ പോഷക നദി ബിയാസ് ഒഴുകുന്നുള്ളൂ. ഓക്കെ, ഈ ജമ്മു കാശ്മീരിലെ ഏത് സ്ഥലത്ത് വെച്ചാണ് നമ്മുടെ സിന്ധു പാകിസ്ഥാനിലേക്ക് കടക്കുന്നത്? ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സിന്ധു രണ്ട് രാജ്യങ്ങളിൽ, നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനിലും സിന്ധു പോകുന്നുണ്ട്. ഇന്ത്യയിലെ എവിടെ വെച്ചാണ് പാകിസ്ഥാനിലേക്ക് കിടക്കുന്നത്? ജമ്മു കാശ്മീരിലെ ചില്ലാർ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചാണ്. ഏതായിരുന്നു? ചില്ലാർ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചായിരുന്നു ജമ്മു കാശ്മീരിലേക്ക് കടക്കുന്നത്. അതൊന്ന് ഓർത്തു വെച്ച്, പാകിസ്ഥാനിലേക്ക് കടക്കുന്നത്. അപ്പൊ സിന്ധു ഒഴുകുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെയാണ്? രണ്ട് രാജ്യങ്ങൾ നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനുമാണ് അല്ലെ. ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി സിന്ധു അല്ലേ? ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി സിന്ധു ആണ്. ഗംഗ ഏറ്റവും കൂടുതൽ ഒഴുകുന്ന സംസ്ഥാനം ഏതാണ്? ഗംഗ ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് ഉത്തർപ്രദേശാണ് അല്ലെ. ഉത്തർപ്രദേശാണ് ഗംഗ ഏറ്റവും കൂടുതൽ ഒഴുകുന്നത്. ദേശീയ ജലപാത 1 ഗംഗാ നദിയില. ദേശീയ ജലപാത 1 ഗംഗാ നദിയില, പക്ഷെ 2 ബ്രഹ്മപുത്ര നദിയില. അപ്പൊ ദേശീയ ജലപാത 1 ഗംഗയും അവരുടെ പോഷക നദിയിലാണ് കേട്ടോ. ഭഗീരഥി, ഗൂഗ്ലി, ഹിംഗ്, ഗംഗ ഇതെല്ലാം കൂടെ ചേർന്ന ദേശീയ ജലപാത 1. ദേശീയ ജലപാത 2 ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര നദിയിലാണ്. ദേശീയ ജലപാത 3 നമ്മളാ അല്ലെ, കേരളക്കാരാ. കൊല്ലം കോട്ടപ്പുറം എന്ന് വിളിക്കുന്ന, കൊല്ലം കോഴിക്കോട് വരെ എത്തിയിട്ടുണ്ട്. ബുക്കിൽ കൊല്ലം കോട്ടപ്പുറമാണ്. ദേശീയ ജലപാത 3 ഏതാണ്? വെസ്റ്റ് കോസ്റ്റ് കനാൽ അല്ലെ. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത NW3. ഈസ്റ്റ് കോസ്റ്റ് കനാൽ ഏതാ? NW5 ആണത്. അപ്പൊ ഈ വെസ്റ്റ് കോസ്റ്റ് കനാൽ NW3 ആണെങ്കിൽ ഈസ്റ്റ് കോസ്റ്റ് കനാൽ NW5 ആണ്. 5. അപ്പം NW1 ഏത് നദിയില? 1 ഗംഗയും അവയുടെ പോഷക നദിയും. NW2 ഏത് നദിയിലാണ്? നമ്മുടെ ബ്രഹ്മപുത്ര നദി. ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്ന ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര. അപ്പൊ ഇന്ദിരാഗാന്ധി കനാൽ ഏത് സംസ്ഥാനത്ത്? രാജസ്ഥാൻ. രാജസ്ഥാനിലെ ഒരു സുഖവാസ കേന്ദ്രമല്ലേ ഇവിടെ? മൗണ്ട് അബു സുഖവാസ കേന്ദ്രം ചോദിച്ചിട്ടുണ്ട്. മൗണ്ട് അബു സുഖവാസ കേന്ദ്രം രാജസ്ഥാനിലല്ലേ? അതിനകത്തൊരു ജൈന ക്ഷേത്രമുണ്ട്, അറിയാമോ? ദിൽവാര ക്ഷേത്രം. മൗണ്ട് അബു സുഖവാസ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ജൈന ക്ഷേത്രം ഏതാണ്? ദിൽവാര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചിട്ടില്ലേ? രാജസ്ഥാനിലാണ് അല്ലെ. രാജസ്ഥാനിലൂടെ ഒഴുകുന്ന നദിയല്ലേ ലൂണി. മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി. എടുത്തു ചോദിക്കുമല്ലോ വേറൊരു ചോദ്യം. റാൻ ഓഫ് കച്ചിലൂടെ ഒഴുകുന്ന നദിയും ലൂണിയാണ്. റാൻ ഓഫ് കച്ചിലൂടെ ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചാലും ലൂണിയാണ്. കാർഗിലിന്റെ തീരത്തൂടി ഒഴുകുന്ന നദി ഏതാ? കാർഗിലിന്റെ തീരത്തൂടി സുരു അല്ലെ. സുരു ആണ് കാർഗിലിന്റെ തീരത്തൂടി ഒഴുകുന്നത്. അതുപോലെ സിയാച്ചിന്റെ തീരത്തൂടി ഒഴുകുന്ന നദി ഏതാ? സിയാച്ചിന്റെ, അത് നൂബ്രയാണ്. കാർഗിലിന്റെ തീരത്തൂടി സുരു, സിയാച്ചിന്റെ തീരത്തൂടി നൂബ്ര. മരുഭൂമിയിലൂടെ ഒഴുകുന്നത് ലൂണി. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ അടുത്തൂടെ ഒഴുകുന്നത് നർമ്മദ നദിയാണ് അല്ലെ. നർമ്മദ. നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയ നല്ലൊരു ചോദ്യം, ഈ കക്രപ്പാറ അണക്കെട്ട് ഏത് നദിയിൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. കക്രപ്പാറ, താപ്തി കേട്ടോ, താപ്തിയിലാണ്. കക്രപ്പാറ അണക്കെട്ട് ഏത് നദിയിലാണ്? താപ്തി നദിയിൽ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒത്തിരി സമയം എടുക്കുന്നെന്ന് തോന്നുന്നു അല്ലെ. ഞാൻ ഈ സമയം നോക്കാതെ പറയാം. തിരുവനന്തപുരത്തെ നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ച ദേശീയ നേതാവ് ഗാന്ധിജിയാണ്. നമ്മുടെ തിരുവനന്തപുരത്തെ നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ച ദേശീയ നേതാവ് ഏതാണ്? ഗാന്ധിജിയാണ് നമ്മൾ പറയേണ്ടത്. ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതി ഏതാണെന്നറിയാമോ? ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതി ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഹിന്ദു സ്വരാജ് ആണ്. ഹിന്ദു സ്വരാജ് ആണ് ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതി ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. ഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൃതി അൺഡു ദ ലാസ്റ്റ് ആണ്. അൺഡു ദ ലാസ്റ്റ്, ജോൺ റസ്കിന്റെ അൺഡു ദ ലാസ്റ്റ് ആണ് ഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൃതി. ഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ എന്ന് ചോദിച്ചാൽ ടോൾസ്റ്റോയി ആ പറയേണ്ടത്, ലിയോ ടോൾസ്റ്റോയി. അപ്പൊ ഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൃതി ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് അൺഡു ദ ലാസ്റ്റ്, ജോൺ റസ്കിന്റെ. ഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ ടോൾസ്റ്റോയി. ടോൾസ്റ്റോയുടെ നല്ലൊരു കൃതി പറഞ്ഞേ. യുദ്ധവും സമാധാനവും, അന്ന കരീനീന, റീസറക്ഷൻ, ഉയർത്തെഴുന്നേൽപ്പ്, ഇതൊക്കെ നമ്മുടെ ഗാന്ധിജിയുടെ നമ്മുടെ ടോൾസ്റ്റോയുടെ പ്രധാനപ്പെട്ട കൃതികളായിരുന്നു അല്ലെ. ഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതായിരുന്നു? വൈഷ്ണവ ജനതോ അല്ലെ. വൈഷ്ണവ ജനതോ, നരസിംഹ മേത്ത എഴുതിയ വൈഷ്ണവ ജനതോയാണ് ഗാന്ധിജി ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം. ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹത്തിൽ പാടിയത് ഏതാണ്? രഘുപതി രാഘവ രാജാറാം അല്ലെ. രഘുപതി ആരാ എഴുതിയത്? രഘുപതി രാഘവ രാജാറാം എഴുതിയത് ലക്ഷ്മണാചാര്യാണ് അല്ലെ. ലക്ഷ്മണാചാര്യ എഴുതി അതിന് സംഗീതം കൊടുത്തത് വിഷ്ണു ദിഗംബർ പുലസ്കാർ ആണ്. വിഷ്ണു ദിഗംബർ പുലസ്കാർ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പാട്ട് ഏതായിരുന്നു? അംശി നാരായണ പിള്ള എഴുതിയ വരിക വരിക സഹചര്യയാണ് അല്ലെ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം അംശി നാരായണ പിള്ള എഴുതിയ വരിക വരിക സഹചര്യം. എന്നാ ഉപ്പ് സത്യാഗ്രഹം കേരളത്തിലും ഇന്ത്യയിലും 1930 അല്ലെ. കേരളത്തിൽ നേതാവ് കെ കേളപ്പന്. അതുകൊണ്ട് ആ കേരള ഗാന്ധി എന്ന് വിളിക്കുന്നത് കെ കേളപ്പനെ അല്ലേ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്ന് വിളിക്കുന്നത് ആരെയാണെന്നറിയാമോ? പൈലറ്റ്
മൊയ്യാരത്ത് ശങ്കരനാണ്. മൊയ്യാരത്ത് ശങ്കരനാണ് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നത്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? രണ്ടാം ബർദോളി പയ്യന്നൂരാണ് അല്ലെ. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? പയ്യന്നൂരാണ്. അതുപോലെ പയ്യോളി എക്സ്പ്രസ് ആരാ? പയ്യോളി എക്സ്പ്രസ് പി.ടി. ഉഷ. പയ്യോളി എക്സ്പ്രസ് എന്ന് വിളിക്കുന്നത് പി.ടി. ഉഷ. രണ്ടാം ബർദോളിയാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത്. എന്നാണ് ഉപ്പ് സത്യാഗ്രഹം? 1930. കേരള കലാമണ്ഡലവും 30-ലാണ്. കേരള കലാമണ്ഡലം വന്ന വർഷവും 1930-ലാണ്. നമ്മുടെ ഗാന്ധിജിയുടെ നിയമലംഘന പ്രസ്ഥാനവും 1930-ലാണ് അല്ലെ. കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണെന്ന് ആദ്യമായി പറഞ്ഞത് സ്വദേശാമാനി രാമകൃഷ്ണപിള്ള. അദ്ദേഹത്തെ നാട് കടത്തിയത് എന്ന് പറഞ്ഞ് 1910 സെപ്റ്റംബർ 26 അല്ലെ, മദ്രാസിലേക്കാണ് നാട് കടത്തുന്നത്. 1910 സെപ്റ്റംബർ 26-നാണ് സ്വദേശാമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തുന്നത്. ഏത് ദിവാനാ നാട് കടത്തുന്നത്? പി രാജഗോപാലാചാരി. സി അല്ലേ, പി രാജഗോപാലാചാരിയാണ് ഇദ്ദേഹത്തെ നാട് കൊടുക്കുന്നത്. ശ്രീമൂലം തിരുനാളിന്റെ കാലത്തായിരുന്നു. 1910-ലാണ് സ്വദേശാമാനി രാമകൃഷ്ണപിള്ള. ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് എന്റെ നാടുകടത്തൽ. എന്റെ നാടുകടത്തൽ എന്ന് പറയുന്നത് സ്വദേശാമാനിയുടെ ആത്മകഥയുടെ പേരായിരുന്നു. അതുപോലെ സ്വദേശാമാനി രാമകൃഷ്ണപിള്ളയെ വിളിക്കുന്ന പേരാണ് കേരളൻ എന്ന തൂലികാനാമം. കേരളൻ എന്ന തൂലികാനാമം സ്വദേശാമാനി രാമകൃഷ്ണപിള്ളയുടെ. മറന്നുപോരുതേ, അതൊന്ന് പഠിച്ചു വെക്കണം. അതുപോലെ ഈ സ്വദേശാമാനി എന്ന സ്ഥാനപ്പേര് കൊടുത്തത് മലേഷ്യയിലെ ജനങ്ങളാണ്. മലേഷ്യയിലെ ഇന്ത്യൻ ജനതകളാണ് അദ്ദേഹത്തിന് സ്വദേശാഭിമാനി എന്ന സ്ഥാനം പേര് കൊടുത്തത്. അപ്പൊ സ്വദേശാമാനി രാമകൃഷ്ണപിള്ളയുടെ മറ്റൊരു പേര് കേരളൻ എന്നറിയപ്പെടുന്നു. പിന്നെ കേരളത്തിന്റെ വോൾട്ടയർ എന്നറിയപ്പെടുന്നതും സ്വദേശാമാനി രാമകൃഷ്ണപിള്ള. കേരളത്തിന്റെ വോൾട്ടയർ എന്നറിയപ്പെടുന്നത്. അദ്ദേഹം സ്വദേശാമാനി പത്രത്തിന്റെ രണ്ടാമത്തെ എഡിറ്റർ ആണ്. നല്ല തെറ്റിപ്പോരുത്. സ്വദേശാമാനി പത്രത്തിന്റെ രണ്ടാമത്തെ എഡിറ്റർ ആണ് ഇദ്ദേഹം എന്ന് വിളിക്കുന്നത്. ആരാ? സ്വദേശാമാനി. ആദ്യ എഡിറ്റർ പി ഗോവിന്ദപിള്ളയാണ്. അപ്പം സ്വദേശാമാനി പത്രത്തിന്റെ ആദ്യ എഡിറ്റർ പി ഗോവിന്ദപിള്ള, രണ്ടാമത്തെ എഡിറ്റർ സ്വദേശാമാനി രാമകൃഷ്ണപിള്ള. ആരാ ഈ പത്രം സ്ഥാപിച്ചത്? സ്വദേശാമാനി പത്രം സ്ഥാപിച്ചത് 1905 അല്ലെ. വക്കം അബ്ദുൽ ഖാദർ മൗലവിയായിരുന്നു സ്വദേശാമാനി പത്രം സ്ഥാപിച്ചത്. ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവൊക്കെ വക്കം അബ്ദുൽ ഖാദർ അല്ലേ? ആണ്. ഓക്കെ, അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അപ്പൊ ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതി ഏതാണ്? ആദ്യത്തെ കൃതി ഹിന്ദു സ്വരാജ് ആണ്. ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതി ഏതെന്ന് വെച്ച് അടുത്ത നോക്കെ, ഇന്ത്യയിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? സൈബർ പോലീസ് സ്റ്റേഷൻ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂര്. ഇന്ത്യയിലെ സൈബർ പോസ്റ്റ് ഓഫീസ് എവിടെയെന്ന് ചോദിച്ചാൽ ചെന്നൈയിലാണ് പറയേണ്ടത്. തെറ്റിപ്പോരുതേ. സൈബർ പോലീസ് സ്റ്റേഷൻ ബാംഗ്ലൂരും സൈബർ പോസ്റ്റ് ഓഫീസ് ചെന്നൈയിലുമാണ്. കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം പട്ടമാണ് കേട്ടോ. തിരുവനന്തപുരം പട്ടമാണ് കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം പട്ടത്താണ്. അതൊന്ന് ശ്രദ്ധിച്ചോണേ. അതുപോലെ ഈ ചിന്നസ്വാമി സ്റ്റേഡിയം എവിടെയാണ്? ചിന്നസ്വാമി സ്റ്റേഡിയം ബാംഗ്ലൂരാണ്. ചെപ്പോക്ക് സ്റ്റേഡിയം ചെന്നൈയിലാണ് കേട്ടോ. ചിന്നസ്വാമി സ്റ്റേഡിയം എവിടെയാ? ബാംഗ്ലൂരും. ചെപ്പോക്ക് സ്റ്റേഡിയം എവിടെയാ? ചെന്നൈയിലാണ്. ചെപ്പോക്ക് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലുമാണ്. എം എസ് സ്വാമിനാഥൻ കേരളക്കാരനാണോ? അല്ല, എം എസ് സ്വാമിനാഥൻ തമിഴ്നാടുകാരനാണ് അല്ലെ. തമിഴ്നാടുകാരനാണ് എം എസ് സ്വാമിനാഥൻ എന്ന് വിളിക്കുന്നത്. എ പി ജെ അബ്ദുൽ കലാം തമിഴ്നാട് അല്ലേ? എ പി ജെ അബ്ദുൽ കലാം തമിഴ്നാട് രാമേശ്വരത്താണ് അല്ലെ. ഇന്ത്യയുടെ 11ാമത്തെ പ്രസിഡന്റ് ആണ്. 11ാമത്തെ പ്രസിഡന്റ് ആണ് എ പി ജെ അബ്ദുൽ കലാം. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് വിങ്സ് ഓഫ് ഫയർ ആണ്. വിങ്സ് ഓഫ് ഫയർ. ഇദ്ദേഹത്തിന്റെ ജന്മദിനം UN വിദ്യാർത്ഥി ദിനമായിട്ട് ആചരിക്കുന്നു. ആരുടെയാ? എ പി ജെ അബ്ദുൽ കലാമിന്റെ ജന്മദിനം ഒക്ടോബർ 15. ഒക്ടോബർ 15 UN വിദ്യാർത്ഥി ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. മറന്നുപോരുത്. അപ്പം ഇന്ത്യയിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ ബാംഗ്ലൂര്. സൈബർ പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? സൈബർ പോസ്റ്റ് ഓഫീസ് ചെന്നൈയിലാണ്. പോസ്റ്റ് ഓഫീസ് ആരുടെ കൃതിയാണ്? പോസ്റ്റ് ഓഫീസ് രവീന്ദ്രനാഥ ടാഗോർ അല്ലെ. രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രശസ്ത കൃതിയാണ് പോസ്റ്റ് ഓഫീസ് എന്ന് വിളിക്കുന്നത് അല്ലെ. കേരളത്തിൽ ആദ്യമായിട്ട് പോസ്റ്റ് ഓഫീസ് വന്നത് എവിടെയാണ്? കേരളത്തിൽ ആദ്യത്തെ പോസ്റ്റ് ഓഫീസും ആദ്യ കയർ ഫാക്ടറിയും വന്നത് ആലപ്പുഴ ജില്ലയിലാണ് അല്ലെ. ആദ്യ പോസ്റ്റ് ഓഫീസും ആദ്യ കയർ ഫാക്ടറിയും വന്നത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പോസ്റ്റ് ഓഫീസ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊൽക്കത്തയിലാണ് വരുന്നത് കേട്ടോ. ആദ്യ മെഡിക്കൽ കോളേജ്, ആദ്യ സുപ്രീം കോടതി, ആദ്യ യൂണിവേഴ്സിറ്റി, ആദ്യ ഹൈക്കോടതി അല്ലെ. ആദ്യ പോസ്റ്റ് ഓഫീസ്, ആദ്യ യൂണിവേഴ്സിറ്റി, ആദ്യ മെഡിക്കൽ കോളേജ്, ആദ്യ സുപ്രീം കോടതി, ആദ്യ ഹൈക്കോടതി, ഇതെല്ലാം ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊൽക്കത്തയിലാണ് വരുന്നത് കേട്ടോ. ആദ്യമായിട്ട് വരുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ് വരുന്നത്. മറന്നുപോരുത്. പക്ഷെ
ഓർത്തു വെച്ചിരിക്കുക, ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് ഒരു ഫാക്ടറി സ്ഥാപിക്കുന്നത് സൂററ്റിലാണ്. ബ്രിട്ടീഷുകാർ ആദ്യത്തെ ഫാക്ടറി എവിടെയാണ്? സൂററ്റ്. സൂററ്റ് ഏത് സംസ്ഥാനത്താ? സൂററ്റ് ഗുജറാത്തിൽ. പക്ഷെ മീററ്റ് ഉത്തർപ്രദേശിലാണ്. സൂററ്റ് ഗുജറാത്ത്, മീററ്റ് ഉത്തർപ്രദേശ്. എവിടെയാ മീററ്റ് പഠിച്ചത്? മീററ്റ് നമ്മൾ പഠിച്ചത് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് അല്ലെ 1857 മെയ് മാസം 10-ാം തീയതി. 1857 മെയ് 10-ന് മീററ്റിലാണ് പൊട്ടിപ്പുറപ്പെട്ടത്. മീററ്റ് ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശിലാണ്. മീററ്റ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം പറയാമോ? ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ലക്നൗ. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ഏതായിരുന്നാണ്? ലക്നൗ ആണ് ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം. ലക്നൌവിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്നറിയാമോ? ലക്നൌവിലൂടെ ഒഴുകുന്ന നദി ഗോമതി നദിയാണ്. ലക്നൌവിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഗോമതി നദിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ, ഇന്ത്യയിലെ ആദ്യ വിമാന സർവീസ് എവിടം മുതൽ എവിടം വരെയാണെന്ന്? ഇന്ത്യയിലെ ആദ്യത്തെ വിമാന സർവീസ് ഡൽഹി മുതൽ കറാച്ചി വരെയാണ്. ഡൽഹി 1912 ഡൽഹി മുതൽ കറാച്ചി വരെയാണ് ഇന്ത്യയിലെ ആദ്യ വിമാന സർവീസ് പോയത്. കേരളത്തിലെ ആദ്യ വിമാന സർവീസ് തിരുവനന്തപുരം മുതൽ മുംബൈ വരെയാണ്. തിരുവനന്തപുരം മുതൽ മുംബൈ വരെയാണ് അല്ലെ. കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരം വിമാനത്താവളമാണ്. കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരമാണ്. ഏത് പേരാണെന്നറിയാമോ? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പേരറിയാമോ? VK കൃഷ്ണമേനോൻ വിമാനത്താവളം എന്നായിരുന്നു ആദ്യകാലം ഇട്ടത്. ഇപ്പൊ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന് തന്നെ പറയുന്നത്. അപ്പം നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പേരെന്തായിരുന്നത്? VK കൃഷ്ണമേനോൻ വിമാനത്താവളം. VK കൃഷ്ണമേനോൻ, നല്ലൊരു ക്വസ്റ്റ്യൻ പറഞ്ഞ VK കൃഷ്ണമേനോൻ നമ്മുടെ ഗോവ വിമോചന സമയത്ത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായ മലയാളിയാര് അല്ലെ. ഗോവ വിമോചന സമയത്ത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായ മലയാളിയാര? VK കൃഷ്ണമേനോൻ. എന്നാ ഗോവ വിമോചനം 1961 ഗോവ വിമോചനം. ഓപ്പറേഷൻ വിജയ് അല്ലെ. ഓപ്പറേഷൻ വിജയ്. കാർഗിൽ നുഴഞ്ഞുകയറ്റവും ഗോവ വിമോചനവും ഓപ്പറേഷൻ വിജയ് എന്നല്ലേ നമ്മൾ പറയുന്നത്. കാർഗിൽ നുഴഞ്ഞുകയറ്റവും ഓപ്പറേഷൻ വിജയ് ആണ്. ഗോവ വിമോചനവും 1961 ഓപ്പറേഷൻ വിജയ് ആണ്. ഓപ്പറേഷൻ പോളോ എന്താണ്? ഓപ്പറേഷൻ പോളോ നമ്മുടെ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ഉറപ്പിച്ചത് അല്ലെ. ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച ഉടമ്പടി ഏതെന്ന് വെച്ചാൽ ഓപ്പറേഷൻ പോളോയാണ് അല്ലെ. ഓപ്പറേഷൻ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചത് അല്ലെ. ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കാൻ സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി ആരായിരുന്നു? നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിക്കാൻ സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി VP മേനോൻ. പാലക്കാട് ഒറ്റപ്പാലംകാരനാണ്. VP മേനോൻ. അപ്പൊ കേരളത്തിൽ ആദ്യ വിമാന സർവീസ് എവിടെ മുതൽ എവിടം വരെ? തിരുവനന്തപുരം മുതൽ മുംബൈ വരെയാണ്. ഇന്ത്യയിലെ ആദ്യ ട്രെയിൻ സർവീസ് എവിടെയാണ്? അത് എവിടെയെന്ന് വെച്ചാൽ ബോംബെ മുതൽ താന വരെയാണ് അല്ലെ. ഇന്ത്യയിലെ ആദ്യ ട്രെയിൻ സർവീസ് ബോംബെ മുതൽ താന വരെയാണ്. കേരളത്തിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് എവിടെയെന്ന് വെച്ചാൽ ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. അപ്പൊ അതൊന്ന് പറഞ്ഞേടെ. നമ്മൾ പറഞ്ഞു വന്നത് ഏതായിരുന്നു? അതിന്റെ വർഷങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തേ. ട്രെയിൻ സർവീസ് ഇന്ത്യയിൽ ആദ്യ ട്രെയിൻ ഓടിയത് 1853 കേരളത്തിൽ ആദ്യ ട്രെയിൻ ഓടിയത് 1861 ആണ് അല്ലെ. 53 ബോംബെ മുതൽ താന വരെയും 61 ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് കേരളത്തിൽ ആദ്യത്തെ ട്രെയിൻ ഓടിയത്. വാഗൺ ട്രാജഡി സ്മാരകം തിരൂരല്ലേ. മലയാള സർവകലാശാല തിരൂരല്ലേ. എഴുത്തച്ഛൻ ജനിച്ചത് തിരൂരല്ലേ. അപ്പൊ മലയാളം സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് തിരൂരാണ്. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂര. എന്നാ വാഗൺ ട്രാജഡി? 1921 അല്ലെ. 21 നവംബർ 10-നാണ് വാഗൺ ട്രാജഡി. 1921 മലബാർ കലാപത്തെ തുടർന്നല്ലേ വാഗൺ ട്രാജഡി. അപ്പൊ മലബാർ കലാപവും വാഗൺ ട്രാജഡിയും ഏത് വർഷമാണ്? 1921 അല്ലെ. മലബാർ മാനുവൽ ആരുടെ കൃതിയാണ്? മലബാർ മാനുവൽ വില്യം ലോഗന്റെ കൃതിയാണ് മലബാർ മാനുവൽ. ലോഗൻ കമ്മീഷനും ഒക്കെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാ. ലോഗൻ കമ്മീഷൻ, സ്ട്രേഞ്ച് കമ്മീഷൻ, ഇതൊക്കെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാ? ലൂ അല്ലെ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യനാ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ. പഞ്ചാബിൽ വീശുന്ന പ്രാദേശികവാദം നോർവെസ്റ്റർ എന്ന് വിളിക്കുന്നു. ആസാം, ബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിലെ ഇടിയോടുകൂടിയ മഴ ഏതാന്നൊക്കെ ചോദിച്ചിട്ടില്ലേ. പശ്ചിമ ബംഗാളിൽ കാൽവൈശാഖി എന്നറിയപ്പെടുന്നത് ഈ നോർവെസ്റ്റർ തന്നെയാണ്. കാൽവൈശാഖി അറിയപ്പെടുന്നത് പശ്ചിമ ബംഗാളിൽ അത് കാൽവൈശാഖി എന്നറിയപ്പെടുന്നു. വൈശാഖ മാസത്തിലെ അത്യാഹിതം എന്നൊരു പേര് കൂടി നോർവെസ്റ്ററിനുണ്ട്.
ഉണ്ട്. കേരള കർണാടക തീരങ്ങളിൽ വീശുന്ന പ്രാദേശികവാദം മാംഗോ ഷവർ ആണ്. കേരള കർണാടക തീരങ്ങളിൽ വീശുന്ന പ്രാദേശികവാദം ഏതാ? മാംഗോ ഷവർ എന്നതായിരുന്നു. ഓക്കെ, അടുത്തത് കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് ആവശ്യമായ കാറ്റ് ഏതാണ്? ചെറി ബ്ലോസം അല്ലെ. കർണാടകങ്ങളിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് ആവശ്യമായ കാറ്റ് ചെറി ബ്ലോസം. ഉത്തരേന്ത്യയിൽ സൂര്യാഘാതം മൂലമുള്ള മരണത്തിന് കാരണമായ കാറ്റും ലൂയാണ്. ഉത്തരേന്ത്യയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണ്? ലൂ ആണ്. സൂര്യാഘാതം മൂലമുള്ള മരണത്തിന് കാരണമാവുന്ന കാറ്റും ലൂ ആണ് അല്ലെ. കർണാടകയിൽ കർണാടകയിലല്ലേ കാപ്പി ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് കർണാടകയിലാണ്. ലോകത്ത് എവിടെയാ? ബ്രസീൽ അല്ലെ. കാപ്പി ലോകത്ത് ബ്രസീല്, ഇന്ത്യയിലെ കർണാടക, കേരളത്തിലെ വയനാട് അല്ലെ. കേരളത്തിൽ വയനാടാണ്. കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെയാ? കേരളത്തിലെ ചൂണ്ടയിൽ. കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെയാ? കേരളത്തിലെ ചൂണ്ടയിലാണ്. അപ്പൊ കർണാടകയിലാണ് കാപ്പി ഏറ്റവും കൂടുതൽ. അറബിക്ക അല്ലെ, റോബസ്റ്റ, ഇതൊക്കെ അത്യുൽപാദന ശേഷിയുള്ള കാപ്പി ഇനങ്ങളല്ലേ ഇവിടെ. അറബിക്ക, റോബസ്റ്റ ഇതൊക്കെ അത്യുൽപാദന ശേഷിയുള്ള കാപ്പി ഇനങ്ങളാണ്. മുറ എന്ന് പറഞ്ഞാൽ എന്താണ്? സങ്കര ഇനം മുറ എരുമയാണ് അല്ലെ. മുറ എന്ന് പറയുന്നത് സങ്കര ഇനം എരുമയാണ്. അതുപോലെ ജംന പ്യാരി, തലശ്ശേരി ഇതൊക്കെ എന്താണ്? അത് സങ്കര ഇനം ആടാണ്. ഈ രോമത്തിന് വേണ്ടി വളർത്തുന്ന ഒരു മുയൽ ഉണ്ടല്ലോ, നമുക്ക് രോമത്തിന് വേണ്ടി വളർത്തുന്ന ഒരു മുയൽ, അങ്കോറ അല്ലെ. അങ്കോറ. മുയൽ വളർത്തൽ ക്യൂണിക്കൾച്ചർ അല്ലേ ഇവിടെ. ക്യൂണിക്കൾച്ചർ ആണ് മുയൽ വളർത്തൽ, ക്യൂണിക്കൾച്ചർ. പക്ഷെ കൂൺ വളർത്തൽ മഷ്റൂം കൾച്ചർ. കൂൺ വളർത്തൽ ഏതായിരുന്നു? മുയൽ വളർത്തൽ കൂണിക്കൾച്ചർ. കൂൺ വളർത്തൽ ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്? മുയൽ വളർത്തലാണ് ഏതെന്ന് പറയുന്നത്? കൂണിക്കൾച്ചർ. അപ്പം മഷ്റൂം കൾച്ചർ. കൂൺ വളർത്തൽ ചോദിച്ചാൽ മഷ്റൂം കൾച്ചർ. മുയൽ വളർത്തൽ ഏതാണ്? കൂണിക്കൾച്ചർ. കൂൺ വളർത്തൽ ഏതാ? മഷ്റൂം കൾച്ചർ. പിസി കൾച്ചർ എന്താ? പിസി കൾച്ചർ മത്സ്യം വളർത്തൽ, മത്സ്യ കൃഷിയാണ്. എപ്പി കൾച്ചർ തേനീച്ച, സെറി കൾച്ചർ പട്ടുനൂൽപ്പുഴു, ഫ്ലോറി കൾച്ചർ പൂന്തോട്ടം, ഹോർട്ടിക്കൾച്ചർ പഴം പച്ചക്കറി. അപ്പൊ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേടെ. എപ്പി കൾച്ചർ തേനീച്ച, സെറി കൾച്ചർ പട്ടുനൂല്, പിസി കൾച്ചർ മത്സ്യം, ഫ്ലോറികൾച്ചർ പൂന്തോട്ടം, ഹോർട്ടിക്കൾച്ചർ പഴം പച്ചക്കറി, കൂണിക്കൾച്ചർ മുയല്, മഷ്റൂം കൾച്ചർ കൂണ്. സങ്കരയിന എരുമയാണ് മുറ എന്ന് പറയുന്നത്. അതുപോലെ വെച്ചൂർ പശുവിന്റെ ജന്മനാട് ചോദിച്ചിട്ടില്ലേ? വെച്ചൂർ പശുവിന്റെ ജന്മനാട് കോട്ടയമാണ്. സുനന്ദിനി പശു നമ്മുടെ മാട്ടുപ്പെട്ടിയിലാണ്. സുനന്ദിനി എവിടെയാ? മാട്ടുപ്പെട്ടിയിലെ. ജെഴ്സി പശുവിന്റെ ജന്മനാട് അറിയാമോ? ജെഴ്സി പശുവിന്റെ അത് ഇംഗ്ലണ്ടാ. ജെഴ്സി പശുവിന്റെ ജന്മനാട് ഇംഗ്ലണ്ട്, വെച്ചൂർ പശുവിന്റെ ജന്മനാട് കോട്ടയം, നമ്മുടെ മാട്ടുപ്പെട്ടിയിൽ വരുന്നത് സുനന്ദിനി പശുവാണ്. ഈ മാട്ടുപ്പെട്ടി കന്നുകാലി ഗവേഷണ കേന്ദ്രം ഏത് രാജ്യത്തിന്റെ സഹായത്തോടെ വന്നത്? മാട്ടുപ്പെട്ടി ആ പേരിൽ തന്നെ ഉണ്ട്. ഇൻഡോസിസ് പ്രോജക്ട് എന്നല്ലേ നമ്മൾ പറയുന്നത്. സ്വിറ്റ്സർലൻഡ് അല്ലെ. മാട്ടുപ്പെട്ടി സ്വിറ്റ്സർലൻഡ് ആണ്. അതുപോലെ സ്വിറ്റ്സർലൻഡിന് നല്ലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മുടെ ധവള വിപ്ലവവുമായി സഹകരിക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചിട്ടില്ലേ? ധവള വിപ്ലവം ഏതാ? ക്ഷീരോത്പാദനമാണല്ലോ, പാലുൽപാദനം. ധവള വിപ്ലവവുമായി സഹകരിക്കുന്ന വിദേശ രാജ്യവും ഏതാണ്? സ്വിറ്റ്സർലൻഡ് ആണ്. ധവള വിപ്ലവത്തിന്റെ പിതാവാര? വർഗീസ് കുര്യൻ അല്ലെ. വർഗീസ് കുര്യൻ. ആ ഓപ്പറേഷന്റെ പേര് പറഞ്ഞ്. ധവള വിപ്ലവത്തിന്റെ പിതാവായ വർഗീസ് കുര്യൻ. പാലുൽപ്പന്നവുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ ഏതാ? ഓപ്പറേഷൻ ഫ്ലഡ്. ഓപ്പറേഷൻ ഫ്ലഡ് 1970 കാലഘട്ടത്തിൽ വന്ന ഓപ്പറേഷൻ ഫ്ലഡ് ആണ്. വർഗീസ് കുര്യൻ ഏത് ജില്ലക്കാരൻ? നമ്മുടെ വി കെ കൃഷ്ണമേനോനും വർഗീസ് കുര്യനും കോഴിക്കോടുകാരനാണ്. വി കെ കൃഷ്ണമേനോനും വർഗീസ് കുര്യനും കോഴിക്കോടുകാരൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങൾ 20 എണ്ണമാണ് അല്ലെ. രാജ്യസഭാ മണ്ഡലങ്ങൾ 9ഉം നിയമസഭാ മണ്ഡലങ്ങൾ 140ഉമാണ്. ലോകസഭാ മണ്ഡലങ്ങൾ, സംവരണ മണ്ഡലങ്ങൾ ലോകസഭയിൽ 2 എണ്ണേ ഉള്ളൂ. ആലത്തൂരും മാവേലിക്കരയുമാണ്. അപ്പൊ ലോകസഭാ മണ്ഡലങ്ങൾ 20, രാജ്യസഭാ മണ്ഡലങ്ങൾ 9, നിയമസഭാ മണ്ഡലങ്ങൾ എത്രയാണ്? 140 നിയമസഭാ അംഗങ്ങൾ എത്ര എന്നൊക്കെ ചോദിച്ചാൽ 140 നമ്മൾ പറയേണ്ടത്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ പരീക്ഷയ്ക്ക്. കേരളത്തിൽ എത്ര ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ട്? 941 ഗ്രാമപഞ്ചായത്തുകൾ. ഏറ്റവും അവസാനമായി വന്ന കേരളത്തിലെ താലൂക്ക് ഏതാണ്? അട്ടപ്പാടിയാണ് കേരളത്തിലെ ഏറ്റവും അവസാനമായി വന്ന താലൂക്ക് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് സംഘടനയുടെ മാതൃകയിലാണ് നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിതമായതെന്ന്? സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. ഇന്ത്യയിലെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ. എന്നാ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി 1905 ഗോപാലകൃഷ്ണ ഗോഖലെയാണ് സ്ഥാപിക്കുന്നത്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. NSS വരുന്നത് 1914 അല്ലെ. ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലാണ് NSS ആരംഭിച്ചത്. ആദ്യകാല നാമം എന്തായിരുന്നു?
നായർ ഭൃത്യജന സംഘം. SNDPയുടെ ആദ്യകാല നാമം വാവൂട്ടി യോഗവും NSSന്റെ ആദ്യകാല നാമം നായർ ഭൃത്യജന സംഘം എന്നാണ്. ചങ്ങനാശ്ശേരിയിലെ പെരുന്നയില് ആരാ സ്ഥാപിക്കുന്നത്? മന്നത്ത് പത്മനാഭനാണ്. അദ്ദേഹമല്ലേ സവർണജാഥ നയിച്ചത്? വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. പക്ഷെ 1959 വിമോചന സമരത്തെ തുടർന്ന് ജീവശിഖാ ജാഥ നയിച്ചത് ആരാ? അതും മന്നത്ത് പത്മനാഭനാണ്. അപ്പം വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് സവർണജാഥ മന്നത്ത് പത്മനാഭൻ, വിമോചന സമരത്തെ തുടർന്ന് ജീവശിഖാ ജാഥ മന്നത്ത് പത്മനാഭനായിരുന്നു. മറന്നുപോരുത്. എന്നാണ് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ വന്നത്? കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ വന്നത് 1957 ഏപ്രിൽ 5. ഡേറ്റ് തെറ്റരുത്. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ വന്നത് 1957 ഏപ്രിൽ 5. EMS മന്ത്രിസഭയല്ലേ വരുന്നത്? കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ. കേരളത്തിലെ ആദ്യ ധനകാര്യമന്ത്രിയുടെ പേര് പറഞ്ഞേ. കേരളത്തിലെ ആദ്യ ധനകാര്യമന്ത്രി C. അച്യുതമേനോൻ. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ റവന്യൂ എക്സൈസ് മന്ത്രിയും KR ഗൗരിയമ്മ. കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ മന്ത്രി PK ചാത്തൻ മാസ്റ്റർ. കേരളത്തിലെ ആദ്യത്തെ പൊതുമരാമത്ത് മന്ത്രി TA മജീദ്. കേരളത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി KP ഗോപാലൻ. കേരളത്തിലെ ആദ്യത്തെ ഗതാഗത മന്ത്രി TV തോമസ്. ഭക്ഷ്യമന്ത്രി ജോർജ്. അല്ലെ, നമ്മൾ അതെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതായിരുന്നു? കേരളത്തിലെ ആരോഗ്യമന്ത്രി AR മേനോൻ. ആരോഗ്യമന്ത്രി AR. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞേ. ധനകാര്യമന്ത്രി C. അച്യുതമേനോൻ, വിദ്യാഭ്യാസവും സംഘകരണവും ജോസഫ് മുണ്ടശ്ശേരി, റവന്യൂ എക്സൈസും KR ഗൗരിയമ്മ, അതുപോലെ ആരോഗ്യമന്ത്രി AR മേനോൻ, ഗതാഗത മന്ത്രി TV തോമസ്, തദ്ദേശ സ്വയംഭരണ മന്ത്രി ചാത്തൻ മാസ്റ്റർ, പൊതുമരാമത്ത് മന്ത്രി ആരായിരുന്നു? പൊതുമരാമത്ത് TE മജീദ്, വ്യവസായ മന്ത്രി KP ഗോപാലൻ. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ വന്നത് 57 ഏപ്രിൽ 5-നാണ്. EMSന്റെ ആത്മകഥയുടെ പേര് പറഞ്ഞേ. EMSന്റെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ് അല്ലെ. കേരളം ഇന്നലെ, ഇന്ന്, നാളെ. പിന്നെ നല്ലൊരു കൃതി കേരളം മലയാളികളുടെ മാതൃഭൂമി. അതുപോലെ 1.25 കോടി മലയാളികൾ അല്ലെ. 1.25 കോടി മലയാളികൾ, കേരളം മലയാളികളുടെ മാതൃഭൂമി, അതുപോലെ കേരളം ഇന്നലെ, ഇന്ന്, നാളെ. ഇതൊക്കെ അതെ EMSന്റെ പ്രധാന കൃതിയാണ് കേട്ടോ. മറന്നുപോരുത്. അപ്പൊ EMSന്റെ ആത്മകഥയുടെ പേരെന്താ? ആത്മകഥ. നമ്മുടെ KR ഗൗരിയമ്മയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ് കേട്ടോ. ആത്മകഥ എന്ന് തന്നെയാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ. പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് എന്നാണ്? പഞ്ചവത്സര പദ്ധതി 1951 പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്? സോവിയറ്റ് യൂണിയൻ അല്ലെ. വികേന്ദ്രീകൃത ആസൂത്രണം, പഞ്ചവത്സര പദ്ധതി, മൗലിക കടമകൾ, ഇത് മൂന്നും ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്ന്? റഷ്യ, സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് അല്ലെ. വികേന്ദ്രീകൃത ആസൂത്രണം, പഞ്ചവത്സര പദ്ധതി, മൗലിക കടമകൾ, ഇത് ഇത്രയും കടമെടുത്തത് റഷ്യയിൽ നിന്നാണ്. 51 പഞ്ചവത്സര പദ്ധതി. തെറ്റിപ്പോരുത്. പഞ്ചശീല തത്വങ്ങൾ 54. പഞ്ചശീല തത്വങ്ങൾ എന്നാണ് 54. ആസൂത്രണ കമ്മീഷൻ ഏത് വർഷമാണ്? ആസൂത്രണ കമ്മീഷൻ 50 മാർച്ച് 15. തെറ്റിപ്പോരുത്. ആസൂത്രണ കമ്മീഷൻ പഞ്ചവത്സര പദ്ധതികൾക്ക് രൂപരേഖ നൽകുന്നത് ആസൂത്രണ കമ്മീഷനാണ്. 50 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ. അതിപ്പോ ഇല്ലല്ലോ. നീതി ആയോഗ് ആയില്ലേ. നീതി ആയോഗ് എന്ന 2015 ജനുവരി 1 നീതി ആയോഗ് എന്ന പേരിലോട്ട് മാറുന്നത്. ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനത്തിന് പറയുന്ന പേര് യോജന ഭവൻ എന്നതാണ്. യോജന ഭവൻ എന്നതാണ് ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം. അപ്പൊ പഞ്ചവത്സര പദ്ധതി എന്ന 51. അന്തിമ അനുമതി നൽകുന്നത് ആരാ? പഞ്ചവത്സര പദ്ധതിക്ക് അന്തിമ അനുമതി ദേശീയ വികസന സമിതി NDC എന്നല്ലേ പറയുന്നത്. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, ദേശീയ വികസന സമിതി. അത് വന്നത് 52 കേട്ടോ. തെറ്റിപ്പോരുതേ. 52. ഒന്നാം പഞ്ചവത്സര പദ്ധതി കൃഷിക്ക് പ്രാധാന്യം കൊടുത്തെങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യവസായത്തിന് പ്രാധാന്യം കൊടുത്തായിരുന്നു അല്ലെ. ഹരിത വിപ്ലവം ആരംഭിച്ചത് 3-ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഹരിത വിപ്ലവം, നമ്മുടെ ധവള വിപ്ലവം 4-ാം പഞ്ചവത്സര പദ്ധതിയിൽ ആരംഭിച്ചത്. ഹരിത വിപ്ലവം 3-ാം പഞ്ചവത്സര പദ്ധതിയാണെങ്കിൽ ധവള വിപ്ലവം ആരംഭിച്ചത് 4-ാം പഞ്ചവത്സര പദ്ധതിയിലായിരുന്നു അല്ലെ. കുടുംബശ്രീ ഒക്കെ വന്നത് ഏതിലായിരുന്നു? കുടുംബശ്രീ അത് 9-ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി, കുടുംബശ്രീ പദ്ധതി, അതുപോലെ വികേന്ദ്രീകൃത ആസൂത്രണം, അയൽക്കൂട്ടം, ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു പരിപാടികളെല്ലാം വരുന്നത് 9-ാം പഞ്ചവത്സര പദ്ധതി. അതുകൊണ്ട് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9-ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു അല്ലെ. കാലാവധി പൂർത്തീകരിക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതി 5 ഇന്ദിരാഗാന്ധിയുടെ 5 കാലാവധി പൂർത്തീകരിക്കാത്തത് കേട്ടോ. ദാരിദ്ര്യം തുടച്ചു മാറ്റൂ, ഗരീബി കടാവോ, 20 പരിപാടി, ഇതെല്ലാം 5-ലാ. ഗരീബി കടാവോ പദ്ധതി, 20 പരിപാടി പദ്ധതി, ICDS പദ്ധതിയിലൂടെ ICDS പദ്ധതി ഒക്കെ വരുന്നത് 5-ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഇന്ദിരാഗാന്ധി സർക്കാരാണ് അത് കൊണ്ടുവരുന്നത്. അപ്പൊ ആസൂത്രണ കമ്മീഷൻ എന്നാ വരുന്നത്
50 മാർച്ച് 15-നാണ് ആസൂത്രണ കമ്മീഷൻ. ആസ്ഥാനത്തിന് പറയുന്ന പേരെന്താ? യോജന ഭവൻ എന്നാണ്. നീതി ആയോഗ് എന്ന 15 ജനുവരി 1. അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് മൈനോറിറ്റി എന്ന വാക്ക് പറയുന്നത്? ആർട്ടിക്കിൾ 29-ലാണ് മൈനോറിറ്റി, ന്യൂനപക്ഷത്തെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ മൈനോറിറ്റി എന്ന വാക്കെന്ന് എടുത്തു ചോദിച്ച ആർട്ടിക്കിൾ 29. പൗരന്റെ അവകാശങ്ങളെ കുറിച്ചും സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ പറയുന്നത് എത്ര? അത് ആർട്ടിക്കിൾ 19 അല്ലെ? 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങളല്ലേ പറയുന്നത്? 19(1)(a), 19 അഭിപ്രായ സ്വാതന്ത്ര്യം, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പം മൗലിക അവകാശങ്ങൾ ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്? അമേരിക്കയിൽ നിന്നാ. എത്ര എണ്ണമുണ്ട്? 6 എണ്ണമുണ്ട്. 12 മുതൽ അല്ലെ മൗലികാവകാശങ്ങൾ 12 മുതൽ 35 വരെ അല്ലേ മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്നത്? ആർട്ടിക്കിൾ സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനുള്ള അവകാശം, അതുപോലെ മതസ്വാതന്ത്ര്യം, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? മതസ്വാതന്ത്ര്യം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, അതുപോലെ ഭരണഘടന പ്രതിവിധിക്കുള്ളത്. അത് മൂന്നൊന്ന് പറഞ്ഞേ. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്ന് വിളിക്കുന്നത് ഏത്? മൗലികാവകാശങ്ങളുടെ നട്ടെല്ലേത്? മൗലികാവകാശങ്ങളിൽ മൗലികമായത് ഏത്? മൗലികാവകാശങ്ങളുടെ നട്ടെല്ല് എന്ന് വിളിക്കുന്നത് ഏതാണ്? നട്ടെല്ല് ആർട്ടിക്കിൾ 19 ആർട്ടിക്കിൾ 19 മൗലികാവകാശങ്ങളുടെ നട്ടെല്ല്. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? അടിത്തറ എന്ന് വിളിക്കുന്നത് ആർട്ടിക്കിൾ 21 അല്ലെ? ആർട്ടിക്കിൾ 21. അപ്പൊ അടിത്തറ 21. ഇനി മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്ന് വിളിക്കുന്നത് 32 ആർട്ടിക്കിൾ 32. ഒന്നുകൂടെ പറഞ്ഞേ. മൗലികാവകാശങ്ങളുടെ നട്ടെല്ല് ആർട്ടിക്കിൾ 19, മൗലികാവകാശങ്ങളുടെ അടിത്തറ ആർട്ടിക്കിൾ 21, മൗലികാവകാശങ്ങളിൽ മൗലികമായത് ആർട്ടിക്കിൾ 32. മൂന്ന് എന്തിനെ കുറിച്ചാ? 19 എന്ന് പറയുന്നത് 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചും, 21 എന്ന് പറയുന്നത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തെ കുറിച്ചും, 32 എന്ന് വിളിക്കുന്നത് ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശത്തെ കുറിച്ചും. ഭരണഘടന ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത് അതിനെയല്ലേ BR അംബേദ്കർ ഹൃദയവും ആത്മാവും എന്ന് വിളിച്ചത്? ആർട്ടിക്കിൾ 32. ബാലവേല എത്രയാ? ബാലവേല ആർട്ടിക്കിൾ 24. ബാലവേല 24, അടിമത്തം 23 അല്ലെ? 23. മഹാത്മാഗാന്ധി കീ ജയ് എന്ന് തുടങ്ങുന്നത് ഏതാണ്? അത് ആർട്ടിക്കിൾ 17. മഹാത്മാഗാന്ധി കീ ജയ് എന്ന് തുടങ്ങുന്നത് ആർട്ടിക്കിൾ 17. 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യർ. ആർട്ടിക്കിൾ 15 ജാതി മതം ലിംഗം വർണ്ണത്തിന്റെ പേരിൽ ആരെയും വേർതിരിക്കാൻ പാടില്ല. ആർട്ടിക്കിൾ 16 അവസരങ്ങളിൽ പൊതുസമത്വം, ഒരു പൊതു നിയമനങ്ങളിൽ അവസര സമത്വം. ആർട്ടിക്കിൾ 17 അയിത്തം. ആർട്ടിക്കിൾ 18 ബഹുമതികൾ നിർത്തലാക്കൽ അല്ലെ? പ്രധാനപ്പെട്ട ബഹുമതികൾ നിർത്തലാക്കൽ. 19 ഏതായിരുന്നു? മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് അല്ലെ? വിവരാവകാശമൊക്കെ ബന്ധപ്പെട്ടത് ആർട്ടിക്കിൾ 19 19(1)(a) അഭിപ്രായ സ്വാതന്ത്ര്യമാണ് വിവരാവകാശം. സ്വത്തവകാശം എടുത്തു കളഞ്ഞില്ലേ? സ്വത്തവകാശം എടുത്തു കളഞ്ഞായിരുന്നു 1972 അല്ലെ? സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് എടുത്തു കളഞ്ഞത് 1978 78 44 ഭരണഘടനാ ഭേദഗതി. 78 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം എടുത്തു കളഞ്ഞു. ആ സമയത്ത് പ്രധാനമന്ത്രി മൊറാർജി ദേശായി, പ്രസിഡന്റ് നീലം സഞ്ജീവ് റെഡ്ഡിയാണ്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് മാറ്റിയ പ്രധാനമന്ത്രി ഏതെന്ന് ചോദിച്ചാൽ മൊറാർജി ദേശായി, പ്രസിഡന്റ് നീലം സഞ്ജീവ് റെഡ്ഡി. ആർട്ടിക്കിൾ എവിടെ മുതൽ എവിടം വരെയാണ് മൗലികാവകാശങ്ങൾ? 12 മുതൽ 35 വരെയാണ്. ഒത്തിരി ഞാൻ ഇടവിട്ട് അതൊന്ന് പറഞ്ഞു തരാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പദാർത്ഥത്തിന്റെ 5ാമത്തെ അവസ്ഥ ഉണ്ടോ? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 6ാമത്തത് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. 7ാമത്തത് സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥ, കളർ ഗ്ലാസ് കണ്ടൻസേറ്റ് ഒക്കെ ഉണ്ട്. നമുക്കുണ്ട് ക്വാർക്ക്, ബ്ലൂ ബോൺ പ്ലാസ്മ ഒക്കെ ഉണ്ട്. ഇതിപ്പോ 8ാം ക്ലാസ് ചാപ്റ്റർ ഇവിടം വരെ ഉള്ളൂ. പദാർത്ഥത്തിന്റെ 5ാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ, 6ാമത്തത് ഫെർമിയോണിക്, പദാർത്ഥത്തിന്റെ 7ാമത്തെ അവസ്ഥ സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥ. സൂര്യനിലെ നക്ഷത്രങ്ങളിലും ഒക്കെ പദാർത്ഥം ഏത് അവസ്ഥയിലാണ്? അത് പ്ലാസ്മ അവസ്ഥയിലാണ്. സൂര്യനിലും നക്ഷത്രങ്ങളിലും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണിക ആറ്റമാണ്. പക്ഷേ അടുത്ത വരിയുണ്ടോ? സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണം തന്മാത്രയാണ്. പറയേണ്ട തന്മാത്ര. ആറ്റം സിദ്ധാന്തം ആരുടെ? ആറ്റം സിദ്ധാന്തം ജോൺ ഡാൾട്ടന്റെയാണ്. ആറ്റം സിദ്ധാന്തം ആരുടെയായിരുന്നു? ജോൺ ഡാൾട്ടന്റെ. മൂലകങ്ങൾക്ക് പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചതാരാ? മൂലകങ്ങൾക്ക് പ്രതീക സമ്പ്രദായം ബെസേലിയസ് ആണ്. ബെസേലിയസ് ആണ് മൂലകങ്ങൾക്ക് പ്രതീക സമ്പ്രദായം കൊടുത്തത്. സോഡിയത്തിന്റെ പ്രതീകം ഏതാ? സോഡിയം Na. പൊട്ടാസ്യം K. പൊട്ടാസ്യം ഏതാ? കാലിയം എന്ന K ആണ് അല്ലെ? ഇരുമ്പിന്റെ ഏതാ? ഇരുമ്പ് Fe. ഇരുമ്പിന്റെ ഏതാ? Fe. കോപ്പർ ചെമ്പിന്റെ ഏതാ? Cu. കമ്പിന്റെ ഏതാ? Cu. മെർക്കുറി ഏതാ? മെർക്കുറി Hg. നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയത് ടങ്സ്റ്റൻ ചോദിക്കാം. ടങ്സ്റ്റന്റെ പ്രതീകം W. ടങ്സ്റ്റന്റെ പ്രതീകം ഏതാണ്? W ആണ്. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞേ.
സോഡിയം Na, പൊട്ടാസ്യം K, ഇരുമ്പ് Fe, മെർക്കുറി Hg, കോപ്പർ Cu, ഇതൊക്കെ പഠിച്ചു വെച്ചിരിക്കണേ. ടങ്സ്റ്റൻ W അല്ലെ. ഏറ്റവും കൂടുതൽ ദ്രവണാങ്കവും തിളനിലയും ഉള്ളത് ടങ്സ്റ്റൻ ആണ്. വൈദ്യുത ബൾബ് നിർമ്മിക്കാൻ ടങ്സ്റ്റൻ ആണ് ഉപയോഗിക്കുന്നത്. വൈദ്യുത ബൾബിലെ ഫിലമെന്റ് നിർമ്മിക്കാൻ ടങ്സ്റ്റൻ. പക്ഷെ വൈദ്യുത ബൾബിന് അകത്ത് നിർമ്മിക്കുന്നത് ആർഗൺ ആണ്. അതിന്റെ ആർഗൺ ആണ് വൈദ്യുത ബൾബിന്റെ അകത്ത് നിറയ്ക്കാൻ ഉപയോഗിക്കുന്നത്. ആർഗൺ ആണ് അല്ലെ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതാണ്? അലൂമിനിയം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ളത് അലൂമിനിയം. നമ്മുടെ രക്തത്തിലോ ഹീമോഗ്ലോബിൽ ഏതാ ലോകം? ഇരുമ്പ്. ഹീമോഗ്ലോബിൽ അടങ്ങിയിരിക്കുന്നത് ഇരുമ്പാണ്. ശരീരത്തിൽ നമ്മുടെ എല്ലിന്റെയും പല്ലിന്റെയും ഒക്കെ വളർച്ചയ്ക്ക് ഏതാ? കാൽസ്യമാണ്. എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ഏതാണ്? കാൽസ്യമാണ്. നമ്മുടെ സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്ന ഒരു ലോഹം ഏതാ? സ്വതന്ത്ര രൂപത്തിൽ കാണുന്നത് സ്വർണ്ണമാണ്. സ്വർണം. മാലിബിലിറ്റി ഏറ്റവും കൂടുതൽ സ്വർണത്തിനാണ്, മാലിബിലിറ്റി. പക്ഷെ ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതൽ പ്ലാറ്റിനത്തിനാണ്. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതൽ ഏതാ? പ്ലാറ്റിനം. ലിറ്റിൽ സിൽവർ ആണ് പ്ലാറ്റിനം. ലിറ്റിൽ സിൽവർ. ക്വിക്ക് സിൽവർ മെർക്കുറി. ക്വിക്ക് സിൽവർ ഏതാ? മെർക്കുറിയിലെ രോഗം ഉണ്ടായല്ലോ. മെർക്കുറിയുടെ ഒരു മീനമാതാ രോഗം എന്തുമായി ബന്ധപ്പെടുന്നു എന്ന് ചോദിച്ചിട്ടില്ലേ? മെർക്കുറി. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ അലൂമിനിയം. രക്തത്തിലെ ചുവപ്പ് നിറമായ ഹീമോഗ്ലോബിൽ അടങ്ങിയിരിക്കുന്നത് ഇരുമ്പ്. Fe ആണ് ഇരുമ്പ്. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് കാൽസ്യം. കോശത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് സോഡിയവും പൊട്ടാസ്യവും വേണേ. കോശത്തിന്റെ പ്രവർത്തനത്തിന് സോഡിയം. ചാവുകടലുകളിൽ ആളുകൾ മുങ്ങിച്ചാവാത്തതിന് കാരണം എന്താണ്? പാലസ്തീനും ജോർദാനും ഇടയ്ക്കുള്ള ഒരു കടലാണ് ചാവുകടൽ. അവിടെ എന്താണ്? അവിടെ ഉപ്പുജലമാണ് കൂടുതൽ. ഉപ്പുജലത്തിൽ ഒരിക്കലും താന്നു പോകത്തില്ല. സാന്ദ്രത വളരെ കൂടുതലായിരിക്കും. അപ്പൊ ചാവുകടലിൽ ആളുകൾ മുങ്ങാത്തതിന് കാരണം എന്താണ്? ഉപ്പുജലത്തിന് സാന്ദ്രത വളരെ കൂടുതലാണ്. ഇനി പർവ്വതാരോഹർ മുകളിലേക്ക് പോകുന്തോറും മൂക്കിൽ നിന്നും രക്തസ്രാവം ഉണ്ടാകാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ നമ്മൾ പ്രഷർ കുക്കർ കൊണ്ടുപോകും ആഹാരം പാകം ചെയ്യാൻ. പ്രഷർ കുക്കർ പർവ്വതങ്ങളിൽ കയറുന്നവർ കൊണ്ടുപോകാറുണ്ട്. എന്താണ്? അവിടെ അന്തരീക്ഷമർദ്ദം കുറവാണ്. അന്തരീക്ഷമർദ്ദം. അപ്പൊ ചാവുകടലിൽ ആളുകൾ മുങ്ങാത്തതിന് കാരണം എന്താ? ഉപ്പുജലത്തിന് സാന്ദ്രത വളരെ കൂടുതലായതിനാൽ. പർവ്വതാരോഹർ മുകളിലേക്ക് പോകുന്തോറും മൂക്കിലൂടെ രക്തസ്രാവം ഉണ്ടാകുന്നതിന് കാരണം എന്താ? അന്തരീക്ഷമർദ്ദം കുറയുന്നതിനാൽ. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ച് ആദ്യമായിട്ട് എഴുതിയ കൃതി ഹോർത്തൂസ് മലബാറിക്കസ്. കേട്ടോ. മറ്റൊരു പേരെന്താ? മലബാറിന്റെ ഉദ്യാനം എന്നാണ് മറ്റൊരു പേര്. മലബാറിന്റെ ഉദ്യാനം. കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ച് ആദ്യമായിട്ട് എഴുതിയത്. മലയാള ലിപി അച്ചടിച്ച ആദ്യ പുസ്തകവും ഹോർത്തൂസ് മലബാറിക്കസ്. മലയാള ലിപി അച്ചടിച്ച ആദ്യ പുസ്തകം ഏതാ? ഹോർത്തൂസ് മലബാറിക്കസ്. ലാറ്റിൻ ഭാഷയിലാണ്. ഇത് ഏത് ഭാഷയിലാണ്? ലാറ്റിൻ ഭാഷയിൽ. പോളണ്ടിന്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ വെച്ചാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ഡച്ച് ഗവർണറായ വാൻഡ്രീഡ് അല്ലെ. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് വാൻഡ്രീഡ് ആണ്. 1678 തുടങ്ങി 1693 വരെ ഇതിന്റെ കാലഘട്ടം. 12 വാല്യങ്ങളാണ്, വോളിയങ്ങളാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. ഇത് പ്രസിദ്ധീകരിച്ചത് 1678 വാൻഡ്രീഡ്, ഡച്ച് ഗവർണറായ വാൻഡ്രീഡ്. ഇതിന്റെ രചനയിൽ സംഭാവന ചെയ്തത് നമ്മുടെ ഇട്ടി അച്യുതൻ, രംഗഭട്ട്, വിനായക ഭട്ട്, അപ്പു ഭട്ട്. ഇതൊക്കെ ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി സഹകരിച്ച മലയാളികളാണ്, തദ്ദേശീയ പണ്ഡിതന്മാരാണ്. എന്നാണ് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്? 1678. എവിടാണ്? പോളണ്ടിന്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ. അപ്പൊ മലയാള ലിപി അച്ചടിച്ച ആദ്യ പുസ്തകമാണ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകം സംക്ഷേപ വേദാർത്ഥമാണ്. ക്ലമൻ പിയാനോസ് പാതിരി എഴുതിയ സംക്ഷേപ വേദാർത്ഥം. നിങ്ങളോട് ചോദിക്കും മലയാള ലിപി അച്ചടിച്ച ആദ്യ പുസ്തകം. അത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ് പറയേണ്ടത്. കുഴപ്പമില്ലായിരുന്നല്ലോ അല്ലെ. അപ്പുഭട്ട്. ഇതൊക്കെ സ്കൂൾ ടെസ്റ്റ് ആയതുകൊണ്ടാണ് അതൊക്കെ നോട്ട് ചെയ്ത് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. തൊഴിലുറപ്പ് പദ്ധതി വേതനം ഏറ്റവും കൂടുതൽ ഹരിയാനയ്ക്കാണ് കേട്ടോ. 357. ഏറ്റവും കുറവ് മധ്യപ്രദേശിനും ഛത്തീസ്ഗഡിലുമാണ് കേട്ടോ. തൊഴിലുറപ്പ് പദ്ധതി വേതനം ഏറ്റവും കൂടുതൽ ഹരിയാന 357, ഏറ്റവും കുറവ് മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് 221. കേരളം 333 രൂപയാണ്. കേരളത്തിലെ വേതനം എത്രയാണ്? 333 രൂപയാണ്. ആദ്യമായിട്ട് കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി വന്നത് വയനാട്ടിലും പാലക്കാടുമാണ്. ആദ്യമായിട്ട് തൊഴിലുറപ്പ് പദ്ധതി വരുന്നത് വയനാട് പാലക്കാടുമാണ്. കുടുംബശ്രീ പദ്ധതി വരുന്നത് നമ്മുടെ ഉദ്ഘാടനം ചെയ്തത് മലപ്പുറത്തും പ്രവർത്തനം ആലപ്പുഴയിലുമാണ്. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം. എന്നാ കുടുംബശ്രീ പദ്ധതി? 1998 മെയ് മാസം 17 AV വാജ്പേയി മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യുന്നു കേട്ടോ. എനിക്ക് പനി, ജലദോഷം എന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് ചെയ്യും എന്ന് പറഞ്ഞ്
എന്നാലും പോഷൻ അങ്ങ് തീരട്ടെ എന്ന് വെച്ചാൽ. അപ്പൊ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം ഏതാണ്? കേരളത്തിൽ 333 രൂപ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ എവിടെയെന്ന് ചോദിച്ചാൽ ഹരിയാന 357, കുറവ് മധ്യപ്രദേശും ഛത്തീസ്ഗഡ്. ഒത്തിരി എനിക്ക് പറയാനുണ്ടായിരുന്നു, എനിക്ക് വയ്യ, അങ്ങ് നിർത്തുകയാണ്. ഇപ്പം തന്നെ കുറെ നേരം ആയി കാണുമെന്ന് അറിയാം. നിങ്ങൾക്ക് ബോറായി കാണുമോ എന്തോ. ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റുകൾ ഇടണം. ഇനി ക്ലാസ്സുകൾ വേണമെങ്കിൽ മാക്സിമം നിങ്ങൾ കമന്റുകൾ നല്ല സ്നേഹത്തോടെ അല്ല, എന്നാൽ കഴിയുന്നതല്ല ഞാൻ കുറെ പാർട്സ് സീരീസ് ആയിട്ട് കൊണ്ടുവരാൻ കഴിയും. മാക്സിമം റിവിഷൻ ആണ് എന്റെ റിവിഷൻ. ഇപ്പൊ സ്പീഡിലൊക്കെ ഒത്തിരി പറഞ്ഞു പോയി കാണും, അതൊക്കെ ഒട്ടും കിട്ടാത്തവരെ ക്ഷമിക്കുക. ഇതൊരു റിവിഷനാണ്. കാരണം പ്രിലിംസ് പാസ്സായവർക്കുള്ള മെയിൻ റിവിഷൻ അല്ലേ, കേട്ടുകൊണ്ടേയിരിക്കും. പല ബുക്കുകളും സ്കൂൾ ടെസ്റ്റുകളൊക്കെയാണ്. ഓക്കെ, ജലദോഷമായി എനിക്ക് മൂക്കടപ്പ് ഒട്ടും വയ്യ, എന്നിട്ട് ഞാൻ പറഞ്ഞു നിർത്തി. ഇത് സ്റ്റോപ്പ് ഇല്ലല്ലോ, ഇങ്ങനെ പ്രധാനപ്പെട്ട പറഞ്ഞു പോകാനല്ലേ പറ്റത്തുള്ളൂ. ഇനിയിപ്പോ സ്റ്റോപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു തുമ്മാനൊക്കെ വന്നിട്ട് പോലും എനിക്ക് വയ്യ, അതുകൊണ്ടാണ്. ഓക്കെ, ഒത്തിരി സന്തോഷം. നല്ലോണം പോയിരുന്ന് പഠിക്കുക. ഇനിയും ഞാൻ ഇതുപോലെ കൊണ്ടുവരാം. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല നല്ല കമന്റുകൾ ഇടുക. മാക്സിമം ഞാൻ നല്ല പോർഷനുമായിട്ട് ഇനിയും നിങ്ങൾക്ക് സയൻസ് റിവിഷനും കറണ്ട് അഫയേഴ്സ് റിവിഷനും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും കൊണ്ടുവരാം. ഓക്കെ, കുറെ നല്ല കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.